ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പീനട്ട് കുക്കി ബിസ്ക്കറ്റുമായിട്ടാണ്. അതിൻ്റെ റെസിപ്പി എന്തെല്ലാമെന്ന് വെച്ചാൽ നിലക്കടല, പഞ്ചസാര, മൈദ, പിന്നെ വേണ്ടത് വാനില എസൻസ്, പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം വറുത്ത് വന്നിട്ട് തോലെല്ലാം കളഞ്ഞ് വെച്ചതാണ്. ഇനി ഇതൊന്നും കൂടി ചൂടാക്കണം നമുക്ക്. അപ്പം ഞാനിത് ചൂടാക്കട്ടെ, എന്നിട്ട് വരാം. പാന് വെച്ചിട്ട് ഞാൻ ചൂടാക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ പാന് വെച്ചിട്ടുണ്ട്, കണ്ട പാന് വെച്ചു. അപ്പം ഇനി എൻ്റെ നിലക്കടലയിലിട്ട് ഞാൻ ചൂടാക്കി എടുക്കട്ടെ. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് നല്ലോണം ഒന്ന് വറുത്തിട്ട് ഒന്ന് കളറ് മാറ്റി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വറുത്തിട്ടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കരിഞ്ഞു പോകാണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ട് വരുന്നേ. ഒരു നുള്ളുപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പിടൂലേ, അപ്പം ഇട്ടിട്ടുണ്ട്. ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരുന്ന ഈ പഞ്ചസാര, എന്നിട്ട് കാണാം. പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞ് ഞാൻ ഈ നിലക്കടലൊന്ന് ക്രഷ് ചെയ്യട്ടെ. ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ ക്രഷ് ചെയ്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ നമുക്ക് ഈ നിലക്കടലയും പഞ്ചസാരയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം. നമുക്കിത് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ നിലക്കടലേൻ്റെ എണ്ണ ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് വരും. നിലക്കടലയും പഞ്ചസാരയും കൂടി ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയായിട്ടാണ് എല്ലാം. ഇതാ കണ്ട, ഇപ്പം തന്നെ ഇങ്ങനെയായില്ലേ. നിലക്കടലേൻ്റെ എണ്ണ ഇതായിട്ടാണ്. ഇതിൽ നല്ലോണം അരിഞ്ഞിട്ടുണ്ടാവും, ഇതിനത്ര എണ്ണ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, അതാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മൈദ ഇടണം. എന്നിട്ട് നമുക്കെല്ലാം കൂടി കൂട്ടി കുഴക്കാം. ഞാനിത് അതിൻ്റെ അകത്ത് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസും ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു ലേശം, ഒരുപാടൊന്നുമില്ല, കുറച്ച്.
അപ്പം എല്ലാം കൂടി നമുക്കിതൊന്ന് കൂട്ടിക്കുഴച്ചെടുക്കണം. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴക്കട്ടെ, എല്ലാം കൂടി മിക്സാക്കട്ടെ. അധികം അമർത്ത് കുഴക്കൊന്നും വേണ്ട, സാവധാനം കുഴച്ച് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ കുഴച്ച് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇങ്ങനെ കുഴച്ചെടുത്തു. നെയ്, സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ് ഇതെല്ലാം കൂടിയാണ് കുഴച്ചെടുത്തത്. വെള്ളം ചേർക്കാൻ പാടില്ലേ. ഇനി നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കണം. ഇവരെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണം. ഇതെങ്ങനെ ഓരോ ബിസ്ക്കറ്റിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കുക. ഒരുപാട് വണ്ണം വേണ്ട. ഇതേപോലെ എടുത്തോളൂ, ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട്. അപ്പം ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം. ഇത്രയും ഉരുളകളാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഒന്ന് പരത്തിയെടുക്കും. ഇതേ കണ്ട, ഒന്ന് പരത്തിയെടുക്കും. എന്നിട്ട് നല്ല ഈ ഷേപ്പിലാക്കി എടുക്കണം. ഇതാ ഇങ്ങനെയുള്ള ഷേപ്പിലാക്കിയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്കാക്കിയെടുക്കാം. നമ്മുടെ പീനട്ട് കുക്കി ബിസ്ക്കറ്റ്. അപ്പോൾ ഇനി എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് മുക്കി ഇങ്ങനെ എടുക്കണം. കണ്ട, ഇതേപോലെയാക്കി എല്ലാം നമുക്ക് എടുക്കാം. പ്ലേറ്റിലെടുത്തിട്ട് ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പീനട്ട് കുക്കി ബിസ്ക്കറ്റ് ഞാൻ ഇത്രയാണ് ആ കൂട്ടിനെ കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഈ പ്ലേറ്റിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഞാനിത് വെക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൽ ലേശം നെയ്യ് തടവി എന്നിട്ടാണ് 2, 4, 6, 1, 7 എണ്ണം വെച്ചിട്ടില്ലേ. അപ്പോൾ അത് ബേക്കാവട്ടെ, നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. വെന്തിട്ട് കാണാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളെ പീനട്ട് ബട്ടർ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഇപ്പം എനിക്കിത് പൊട്ടിക്കാൻ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. ഇതാ കണ്ട, ഇതാ ഇതിൻ്റെ അടിഭാഗമാണിത്, ഇത് മേലെ ഭാഗം. നല്ല അടിപൊളി ബിസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.